കാട്ടാനാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഇടുക്കി പെരുവന്താനം പഞ്ചായത്തിലെ ചെന്നാപ്പാറ സ്വദേശി സോഫിയ ഇസ്മായിലിന്റെയും വയനാട് കാപ്പാട് ഉന്നതിയിൽ കൊല്ലപ്പെട്ട മാനുവിന്റെയും സംസ്കാരം നടന്നു. സോഫിയ ഇസ്മായിലിന്റെ സംസ്കാരം മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദിലും മാനുവിന്റെ സംസ്കാരം നെലാംകോട്ടയിലെ ഊരിലുമാണ് നടന്നത്. തിരുവനന്തപുരം പാലോട് വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ബാബുവിന്റെ മൃതശരീരം പോലീസ് നടപടികൾ സ്വീകരിച്ച ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ജോസൽ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വ്യത്യസ്തങ്ങളായ 3 കാട്ടാന ആക്രമണങ്ങളുടെ വാർത്തയാണ് നമുക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് എത്തിക്കേണ്ടതായി വന്നത്. ഒന്ന് ഇടുക്കിയിലും, ഒന്ന് തിരുവനന്തപുരത്തും, മറ്റൊന്ന് വയനാട് കേരള തമിഴ്നാട് അതിർത്തിയിലുമാണ് കാട്ടാന ആക്രമണങ്ങളിൽ 3 ജീവനുകൾ നഷ്ടമായത്. ഇന്നലെ ഇടുക്കി ജില്ലയിൽ വൈകിട്ട് 5:30 വീടിനടുത്തുള്ള അരുവിയിൽ കുളിക്കാൻ പോയ പെരുവന്താനം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ താമസിക്കുന്ന സോഫിയ ഇസ്മായിൽ എന്ന് പറയുന്ന വീട്ടമ്മയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രതിഷേധമുയർന്നു. കളക്ടർ അടക്കം സംഭവ സ്ഥലത്തെത്താതെ ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാതെ ഈ മൃതദേഹം സ്ഥലത്തു നിന്ന് മാറ്റാൻ പോലും അനുവദിക്കില്ല എന്ന രീതിയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് രാത്രിയിൽ തന്നെ വി വിഘ്നേശ്വരി ഇടുക്കി ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തെത്തി ഈ മരിച്ചയാളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുന്നതിന് സർക്കാർ ശുപാർശ ചെയ്യും എന്നടക്കമുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തതിന് ശേഷമാണ് മൃതദേഹം മാറ്റാൻ തയ്യാറായത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പൂർത്തീകരിച്ചതിന് ശേഷം മുണ്ടക്കയം ജുമാ മസ്ജിദിൽ കബറടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സംഭവം ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ബാബു എന്ന് പറയുന്ന ആള് അത് കാട്ടാന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പണിക്ക് പോയ ബാബുവിനെ കാണാതതിനെ തുടർന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ബാബുവിൻ്റെ മൃതശരീരം കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തുമ്പോൾ 5 ദിവസത്തെ പഴക്കമാണ് ആ മൃതദേഹത്തിന് ഉണ്ടായിരുന്നത്. മറ്റൊരു വാർത്ത വന്നത് വയനാട് തമിഴ്നാട് കേരള അതിർത്തിയിലാണ്. ഇത്തരത്തിൽ തമിഴ്നാട് നീലഗിരി ജില്ലയിലെ സ്വദേശിയായ മനുവും ഭാര്യ ചന്ദ്രികയും ഈ ചന്ദ്രികയുടെ ബന്ധുവീട്ടിലേക്ക് എത്തുന്ന വഴിക്കാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ തമിഴ്നാട് കേരള അതിർത്തിയിലാണ് ഈ ആക്രമണം ഉണ്ടായതെങ്കിൽ പോലും ഈ കേരള സർക്കാർ ഈ കാട്ടാന ആക്രമണങ്ങളിൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന 10 ലക്ഷം രൂപയുടെ ധനസഹായം ഈ കുടുംബത്തിനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഏത് സംസ്ഥാനക്കാരനാണെങ്കിലും മനുഷ്യജീവനാണെന്നുള്ള ഒരു വില സംസ്ഥാന സർക്കാർ കൊടുത്തതിൻ്റെയും കൂടെ ഒരു ഫലമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത്. ഏതായാലും ഈ 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും ഒരു യഥാർത്ഥ പ്രശ്ന പരിഹാരമല്ല. ഇപ്പോൾ ഈ വേനൽ കൂടി വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ കാട്ടാനകൾ മറ്റു വന്യമൃഗങ്ങൾ എല്ലാം തീറ്റയും വെള്ളവും തേടി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. അത് മനുഷ്യൻ്റെ ജീവനെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിലടക്കം കാതലായ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. അസിത സെബാസ്റ്റ്യനാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്.